പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഇന്ന് ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരുമിച്ച് കർത്താവിൻ്റെ സന്നിധിയോട് അടുത്ത് വരുവാൻ ഇന്ന് ഈ പ്രഭാതം നമുക്ക് ദൈവമായ കർത്താവ് ദാനം ചെയ്തു. ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുത്തൻ പുലരി, പുതിയ പ്രഭാതം നമുക്ക് കർത്താവ് നൽകി തന്നതോർത്ത് ദൈവനാമത്തിന്, കർത്താവിന് എല്ലാ മാനവും മഹത്വവും അർപ്പിക്കാം. ഒപ്പം ആയുസ്സും ആരോഗ്യവും ബലവും ശക്തിയും തന്ന് ദൈവവചനം ഒരു പ്രാവശ്യം കൂടെ കേൾക്കുവാൻ കാതുകളെയും നമ്മുടെ മനസ്സിനെയും ദൈവം ഒരുക്കി തന്ന വലിയ ദൈവകൃപയ്ക്കായി, ദൈവത്തിൻ്റെ സ്നേഹത്തിനായി, ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തോട് നന്ദി കരേറ്റിക്കൊണ്ട് ഇന്നത്തെ ദൈവവചന ധ്യാന ചിന്തയിലേക്ക് കടക്കുവാൻ നമുക്ക് ആധാരമായി വേദവചനം വായിക്കാം. എഹെസ്കേലിന്റെ പുസ്തകം 37 അധ്യായം, അതിൻ്റെ 3-4 വാക്യങ്ങൾ. എസെക്കിയേൽ ചാപ്റ്റർ 37 വേഴ്സ് 3 and 4. അവൻ എന്നോട്, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. അതിന് ഞാൻ, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്നുത്തരം പറഞ്ഞു. 4-ാമത് വാക്യം, അവൻ എന്നോട് കൽപ്പിച്ചത്, നീ ഈ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചവയോട് പറയേണ്ടത്, ഉണങ്ങിയ അസ്ഥികളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. നമുക്ക് വളരെ സുപരിചിതവും ഇഷ്ടംപോലെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളതുമായ വാക്കാണ്. എഹെസ്കേൽ പ്രവാചകൻ അസ്ഥികൾ നിറഞ്ഞ ഒരു താഴ്വരയിൽ കൊണ്ട് നിർത്തി അസ്ഥികളെ നോക്കി പ്രവചിക്കുന്ന എഹെസ്കേൽ പ്രവാചകൻ. 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ നമുക്കറിയാം, അത് ഏറ്റവും ഉണങ്ങിയതായിരുന്നു, ഏറ്റവും അധികവുമായിരുന്നു. അപ്പൊ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് സിംബോളിക്കായിട്ട് ഒരു താരതമ്യം പോലെ ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ഒരു ദൈവത്തിൻ്റെ പദ്ധതികളെക്കുറിച്ച് പ്രവാചകനിലൂടെ അറിയിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അത് തിരുവചനമായിട്ട് എഴുതുമ്പോൾ ഇതിനകത്ത് ഒരു വ്യക്തത, ഒരു വാക്യം അടങ്ങിയിട്ടുണ്ട്. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും. അപ്പോൾ 37-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് എഹെസ്കേൽ പ്രവാചകനായ എഹെസ്കേൽ ഒരു അസ്ഥിത്താഴ്വരയുടെ താഴെ ചെന്ന് നിൽക്കുക, അസ്ഥിത്താഴ്വരയിൽ ചെന്ന് നിൽക്കുക. അപ്പോൾ ദൈവം തമ്പുരാൻ പറയുന്നു, നീ അത് ചുറ്റി, അങ്ങനെ എഴുതിയിരിക്കുന്നത് ചുറ്റി നടക്കുമാറാക്കി. 2 കാര്യങ്ങൾ ഈ മനുഷ്യൻ കണ്ടു, ഈ പ്രവാചകൻ കണ്ടു. 1, അത് ഏറ്റവും അധികമായിരുന്നു. 2, അത് ഏറ്റവും ഉണങ്ങിയിരുന്നു. ഏറ്റവും അധികം അസ്ഥിത്താഴ്വയിൽ അസ്ഥി ഉണങ്ങിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ചിലപ്പോഴെങ്കിലും കണ്ടിട്ടുള്ളത് പോലെ കൈയുടെ അസ്ഥി ഒരു ഭാഗത്ത്, തലയോട്ടി ഒരു ഭാഗത്ത്, വാരിയിൽ കിടക്കുന്ന ഭാഗം വേറൊരു ഭാഗത്ത്, കാലുകൾ വേറൊരു ഭാഗത്ത്, ഇങ്ങനെ അസ്ഥി കഷ്ണങ്ങൾ അവിടെ ഇവിടെ ചിന്നിച്ചെതിരി കിടക്കുക. അപ്പൊ ആ അസ്ഥി കഷ്ണങ്ങളുടെ അടുക്ക ചെന്നിട്ട് അത് വ്യക്തമാക്കാൻ വേണ്ടി ചുറ്റി നടക്കുമാറാക്കി, അങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ കണ്ടിട്ട് ചോദിച്ചത്, എന്ത് കാണുന്നു? അപ്പൊ പറഞ്ഞു, ഈ അസ്ഥികൾ ഒരുപാടുണ്ട്, അത് ഏറ്റവും ഉണങ്ങിയിരുന്നു, ബന്ധം വേർപെടുമാറ് അങ്ങ് ഉണങ്ങിപ്പോയി. ഇത് കാലങ്ങൾ കഴിഞ്ഞ അസ്ഥികളാണ്. പിന്നെയാണ് ഒരു ചോദ്യം, അതാണ് നമ്മുടെ പ്രസക്ത ഭാഗം. ചോദിച്ചത് ഇതാ, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? അതിനകത്ത് സാധാരണഗതിയിൽ പറയേണ്ട ആൻസർ ഇമ്പോസിബിൾ, ജീവിക്കത്തില്ല. കാരണം ഉണങ്ങിപ്പോയി അസ്ഥികൾ ജീവിച്ചു വരിക എന്ന് പറഞ്ഞാൽ ഇമ്പോസിബിൾ, സാധിക്കത്തില്ല. അതിന് ഞാൻ, പക്ഷേ എഹെസ്കേൽ തിരിച്ചൊരു മറുപടിയാണ് പറഞ്ഞത്, യഹോവയായ കർത്താവേ, നീ അറിയുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഹല്ലേലൂയ. ഇതൊരു മറുപടി. ചിലപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കാറുണ്ട്, ഇന്ന് നമ്മളെ നോക്കിയിട്ടാണ്, എന്നെ നോക്കിയിട്ടാണ്, നിങ്ങളെ നോക്കിയിട്ടാണ് ഈ അസ്ഥികൾ കാണിച്ചിട്ട് ചോദിക്കുന്നെങ്കിൽ ഇത് ഇമ്പോസിബിളാ, ഇത് സാധിക്കത്തില്ല. അതാണ് മറുപടി പറയേണ്ടത്. എന്നാൽ ദൈവമാണ് ചോദിക്കുന്നത് എന്നതുകൊണ്ട് ഈ അസാധ്യമായ ഒരു കാര്യം ഒരിക്കലും മടങ്ങി വരികയില്ല. നഷ്ടപ്പെട്ടത് പോയതിനി വരികയില്ലെന്ന് വിചാരിച്ച് ഏറ്റവും ഉണങ്ങിയതും ചിന്നിച്ചിതർക്ക് കിടക്കുന്നതുമായ അസ്ഥികളെ, അതിനെ നോക്കിയിട്ട് ഈ അസ്ഥികൾ ജീവിക്കുകയില്ല, ഇത് ഉണങ്ങിപ്പോയി, ഇനി ഇല്ല, അത് പറയാനാ നമുക്ക് തോന്നുക, അല്ലെ? ഈ അസ്ഥികൾ ഇനി തിരിച്ചു വരത്തില്ല, ഇനി ഈ അസ്ഥികളായി പോയില്ലേ, അതിന് ജീവൻ വെച്ച് മാംസമായിട്ട് ഇനി എങ്ങനെ തിരിച്ചു വരും? ഇല്ല. പക്ഷേ എഹെസ്കേൽ പ്രവാചകൻ പറയുന്ന വാക്ക്, അസ്ഥികൾ നോക്കിയിട്ട്, കർത്താവേ, നീ അറിയുന്നു. അടുത്ത വാക്ക് എഴുതിയിരിക്കുന്ന, നീ അതിനെ നോക്കി പ്രവചിക്ക. മനുഷ്യപുത്ര, നീ ഈ അസ്ഥിയെ നോക്കി പ്രവചിക്ക. എന്താ പ്രവചിക്കണ്ടേ? ജീവനായിട്ട് തിരിച്ചു വരുമെന്ന് അസ്ഥിയെ നോക്കി പ്രവചിക്കുക. ഈ വാക്കുകൾക്കൊരു ശക്തിയുണ്ട്. ഞാൻ ഈ വാക്യം എടുക്കുമ്പോൾ പലപ്പോഴും ചിന്തിക്കുകയും പ്രസംഗിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ ദൈവത്തിന് ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ താല്പര്യം. താഴോട്ട് വായിക്കുമ്പോൾ അസ്ഥികൾ, ഈ പ്രവാചകൻ പ്രവചിച്ചു, അസ്ഥികൾ ഒന്നിനോടൊന്ന് ചേർന്നു, ഒരു കൊടിയ കാറ്റുണ്ടായി, ഭൂകമ്പം ഉണ്ടായി, പിന്നെ പ്രവചിച്ചു, അത് എഴുന്നേറ്റ് നിന്നു, ദൈവത്തിന്റെ ജീവശ്വാസം മൂക്കിനകത്ത് കാറ്റായിട്ട് ഒന്ന് ഊതി ജീവനുള്ള ദേഹിയായി തീർന്നു, വലിയൊരു സൈന്യമായി തീർന്നു, അങ്ങനെ എഴുതിയിരിക്കുന്നേ. അപ്പൊ ദൈവത്തിന് ഈ അസ്ഥികളെ ജീവിപ്പിക്കാൻ പദ്ധതി ഉണ്ടെങ്കിൽ ഒരു മനുഷ്യന്റെ പ്രവചനം ആവശ്യമുണ്ടോ?
യെഹെസ്കേൽ പ്രവാചകനോട് പറഞ്ഞു, നീ അതിനെ നോക്കി പ്രവചിക്കേ. അവിടെ ആ വാക്യാണ് 4-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. അവൻ എന്നോട് കൽപ്പിച്ചത്, നീ അസ്ഥികളെ കുറിച്ച് പ്രവചിച്ചവരോട് പറയേണ്ടത്. പ്രവചിക്കണം. ഇത് ജീവിക്കുമെന്ന്, ഈ അസ്ഥികൾ ജീവിക്കുമെന്ന് അതിനെ നോക്കി പ്രവചിക്കണം. അതിന്റെ ആവശ്യമുണ്ടോ കുഞ്ഞേ? ഇത് നീയും ദൈവമായിട്ടുള്ള ബന്ധമാ. നീയും ദൈവമായിട്ടുള്ള ബന്ധമാ. ഇനി നമ്മുടെ കാര്യങ്ങളിലേക്ക് വരട്ടെ. അത് താഴെ പറയുന്നത് ഇസ്രായേൽ ഗ്രഹത്തെ കുറിച്ചാണ്. അവരേറ്റവും ഉണങ്ങി, ഏറ്റവും ഇനി ഒരിക്കലും രാജ്യവും അവരുടെ സാമ്രാജ്യവും തിരിച്ചു കിട്ടത്തില്ല എന്ന് വിചാരിച്ചാലും, ദേവാലയം പോയി എല്ലാം തകർന്നു എന്ന് വിചാരിച്ചാലും മടങ്ങി വരും. ദൈവം അതിനെ മടക്കി വരുത്തും. ആ സന്ദേശമാണ് കൊടുക്കുന്നത്. ഇവിടെ നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആ സന്ദേശം പറയട്ടെ. നീയും ദൈവത്തോടുള്ള ബന്ധത്തിൽ എല്ലാം തകർന്നു, സാഹചര്യം മുഴുവൻ നിനക്കെതിരായി, ഒരസ്ഥി കണക്കെ അതേ ഏറ്റവും വലിയതും ഏറ്റവും ഉണങ്ങി കഷണം കഷണമായി അതേ മാറ്റപ്പെട്ട്, തലയോട്ടി ഒരു ഭാഗത്ത്, കാലിന്റെ അസ്ഥി ഒരു ഭാഗത്ത്, കൈ വേറെ വിട്ടുപോയി, അത് ഏറ്റവും ഉണങ്ങി മാറിപ്പോയി അസ്ഥികൾ. ഇത് ജീവിക്കാൻ ഒരു തരത്തിലും ഒരു കാര്യവുമില്ല, ഇത് ജീവിക്കത്തില്ല എന്നെല്ലാവരും വിധി എഴുതി. നിനക്ക് തോന്നുമ്പോഴും നിനക്ക് നോക്കുമ്പോഴും അത് ഏറ്റവും അധികവും ഉണങ്ങിപ്പോയി, ഇനി ഒരിക്കലും ജീവിക്കത്തില്ല എന്ന് പറയുമ്പോഴും അത് പറയുന്നത് ഉടയവനായ ദൈവമാണോ, സൃഷ്ടിതാവായ ദൈവമാണോ? റോമാലേഖനത്തിൽ പറയുന്ന 4:17, മരിച്ചതിനെ ജീവിപ്പിക്കുന്നവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുന്ന ദൈവമാണോ പറയുന്നത്? നീ പറഞ്ഞോ, ഇതൊരു മാതൃകയാ കർത്താവെ, നീ അറിയുന്നു. കാരണം ഉടയവൻ വിചാരിച്ചാൽ, സൃഷ്ടിതാവ് വിചാരിച്ചാൽ ശൂന്യതയിൽ നിന്ന് ഉടലാക്കിയെടുക്കുന്ന സകലം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഉണ്ടായി വന്നതുപോലെ ഈ അസ്ഥികളിൽ നിന്ന് ജീവിപ്പിക്കാൻ ദൈവത്തിന് കഴിയും. നിനക്ക് ഇമ്പോസിബിളാ. ദൈവമാണ് ചോദിക്കുന്നെങ്കിൽ ആ വാക്ക് പറഞ്ഞു, കർത്താവെ നീ അറിയുന്നു. 2, ദൈവമാണ് പറയുന്നത്, അതിനെ നോക്കി പ്രവചിക്കാൻ നീ സംശയിക്കണ്ട. ഇന്ന് സാഹചര്യത്തെ നോക്കി നീ പ്രവചിക്കുന്നതിന്റെ കാര്യങ്ങളെ നോക്കി നീ പ്രവചിക്കും. ദൈവത്തിന്റെ അടുത്താണോ, ദൈവത്തിന്റെ പാതയിലാണോ? ആ അടഞ്ഞു കിടക്കുന്ന ഡോറിനെ നോക്കി നീ പറഞ്ഞോ, നിനക്ക് വേണ്ടി തുറന്നു വരും. എല്ലാ വഴിയും അടഞ്ഞിരിക്കുമ്പോ അതിനെ നോക്കി നീ കൽപ്പിച്ചോ കുഞ്ഞേ. കാരണം ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ദൈവം കൽപ്പിക്കാൻ പറഞ്ഞ കൽപ്പിച്ചോ. ആഴത്തിലേക്ക് നീക്ക് വലവീശാൻ പറഞ്ഞത് തമ്പുരാനാണോ, വീശിക്കോ, അതിനകത്ത് ചോദ്യമില്ല. ശീലോഹാം കുളത്തിൽ പോയി കഴുകാൻ പറഞ്ഞത് തമ്പുരാനാണോ, കഴുകിട്ട് വന്നോ, നിന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടുകയാ. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞത് യേശു കർത്താവാണോ? ഇത് പുറത്തു വന്നിരിക്കും. കാരണം പറഞ്ഞത് അഖിലാണ്ടത്തിന്റെ ഉടയവനാ, സൃഷ്ടിതാവാ. അതെ, നിന്റെ ഉടയവനാ. ഉടയവന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. എത്ര അടഞ്ഞു കിടക്കുന്ന വാതിലായാലും, സാഹചര്യം മുഴുവൻ എതിരായാലും, ഇന്ന് ഈ പ്രഭാതത്തിൽ വചനം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലെ, നീ ആ വിശ്വാസത്തോടെ പറ, ഈ അസ്ഥികൾ ജീവിക്കും. ഈ അസ്ഥിയെ നോക്കി പ്രവചിക്ക. മനുഷ്യന്റെ ഒരു പ്രവചനത്തിന്റെ ആവശ്യമുണ്ടോ? നിന്നിലൂടെയാ ദൈവത്തിന് ഇഷ്ടം. നീ എന്ന് പറയുന്ന മോശയിലൂടെ ചെങ്കടലിൽ പിളർത്താനാ ദൈവത്തിന് ഇഷ്ടം. ഏലിയാവിലൂടെ ആ യോർദാൻ പിളർത്താൻ, ഒരു പുതപ്പ് വെച്ചിട്ട് പിളർത്താനാ ദൈവത്തിന് ഇഷ്ടം. ഒരു കഴുതിയുടെ പച്ച താടിയിൽ കൊണ്ട് ശിംശോനിലൂടെ പ്രവർത്തിക്കാനാ തമ്പുരാൻ ഇഷ്ടം. ദൈവത്തിന് ഇഷ്ടം മനുഷ്യനിലൂടെ പ്രവർത്തിക്കാനാ. നിന്നിലൂടെ ദൈവത്തിന്റെ ദാസനായി, ദൈവത്തിന്റെ ദാസിയായി നിന്നിലൂടെ നീ പ്രവചിക്കുന്ന അത് കേട്ട് പ്രവർത്തിക്കാനാ ദൈവത്തിന് ഇഷ്ടം. ദൈവത്തോടുള്ള വിശ്വാസത്തിൽ, ദൈവത്തോടുള്ള ചേർന്ന് നിൽപ്പിൽ, അതാ എന്റെ തമ്പുരാൻ ഇഷ്ടം. ഉടയവനായ കർത്താവിനെ വിശ്വസിച്ച് പറയുന്നതാ ഇഷ്ടം. അതെ, ഇന്ന് ഈ പ്രഭാതത്തിൽ ഈ സമയത്ത് ഈ സന്ദേശം കേൾക്കുമ്പോൾ ഒന്നുകൂടെ വിശ്വസിക്കട്ടെ. ആ വേർവിട്ട് കിടക്കുന്ന അസ്ഥികൾ, ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികൾ നീ പ്രവചിച്ചു പറഞ്ഞു ജീവിക്കും. യേശുവിന്റെ നാമത്തിൽ കൽപ്പിച്ചോ, നിനക്ക് വേണ്ടി വാതിലുകൾ തുറക്കും. എല്ലാം തകർന്നിരിക്കുന്നിടത്ത് നിന്ന് അത് പണി പുറത്തു വരും. വിശ്വസിക്കട്ടെ, കർത്താവ് അത് ചെയ്യും. ഒരുമിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് പാദപീഠത്തിലേക്ക് അടുത്തു വരുന്ന ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഈ വചനം കേട്ട സർവ്വപേരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. സ്വർഗം കൂടിയിരിക്കുന്നതിനായി നന്ദി. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. അസാധാരണമായ ദൈവ സാന്നിധ്യത്തിനുള്ളിൽ ജനത്തെ മറക്കുന്നതിനായി സ്തോത്രം. കർത്താവെ, ജനത്തെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഈ അസ്ഥികൾ ഉണങ്ങി എന്ന് പറഞ്ഞത്, അടഞ്ഞുപോയി എന്ന് പറഞ്ഞത്, ഇനി ഇല്ലെന്ന് പറഞ്ഞത്, അതിനെ ജീവിപ്പിക്കുന്ന ആ ദൈവത്തിന്റെ കൃപയ്ക്കായി സ്തോത്രം. ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതോടൊപ്പം പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ദൈവം അത് നിവർത്തിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. എല്ലാ മാനവമഹത്വം എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ദൈവകൃപകളിൽ മറയട്ടെ. ഗോഡ് ബ്ലെസ് യു ആൻഡ് താങ്ക് യു സോ മച്ച്.